Love means that I am confident enough about that other that I can trust him with my life. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. പ്രണയം ഒരു ധൈര്യമാണ്. എൻ്റെ ജീവനേക്കാളേറെ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നയാളെ വിശ്വസിക്കാം എന്ന ധൈര്യം. അതൊരു ആത്മവിശ്വാസവും കൂടിയാണ്. ഞാനും അവളും ഒന്നിക്കേണ്ടതാണെന്നും ഒന്നാകാനുള്ള വഴിയിൽ ഞങ്ങൾക്ക് തടസ്സമായി ഒന്നും വരാൻ സമ്മതിക്കില്ല. ഇനി അഥവാ വന്നാൽ തന്നെ അത് നേരിടാൻ എനിക്ക് കഴിയും എന്ന ആത്മവിശ്വാസം. എന്നാൽ ആ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് പ്രിയപ്പെട്ടവരാണെങ്കിലോ? നമ്മൾ വിശ്വസിച്ചാണ് സുഹൃത്ത് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയത്. പക്ഷെ അവിടെ വെച്ചിട്ടാണ് മനസ്സിലാവുന്നത് അവൻ്റെ പെങ്ങളോട് എനിക്ക് എന്തോ ഒരിഷ്ടമല്ല, പ്രണയം. ഈ തോന്നൽ ശരിയാണോ? അതെങ്ങനെ അവനോട് പറയും? ഇങ്ങനൊരു ധർമ്മസങ്കടത്തിലായിട്ടുണ്ടോ? എൻ്റെ അടുത്ത് ഒന്ന് പറയോ? മെസ്സേജ് ചെയ്താൽ മതി. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം SMS ID ആൻഡ് ഫോമാറ്റ് നിങ്ങൾക്ക് കിട്ടും. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഹായ് റീനു, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. പേര് കൃഷ്ണപ്രിയ. എത്ര പറഞ്ഞാലും അവൾക്ക് ഞാൻ ഫ്രണ്ട് മാത്രമാണെന്നാണ് പറയുന്നത്. എനിക്ക് വേണ്ടി ഒന്ന് റിക്വസ്റ്റ് ചെയ്യൂ എന്ന് അരുൺ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്താ കൃഷ്ണപ്രിയ, അരുണിനെ ഇഷ്ടമല്ലേ? അതോ അരുണൊരു ഫ്രണ്ടാന്ന് തോന്നിക്കാൻ വേണ്ടി മാത്രമുള്ള ഇഷ്ടം അങ്ങോട്ട് കാണിക്കുന്നുള്ളോ? എന്നെ വിചാരിക്കരുത് സിജുവേട്ട. എന്നും എനിക്കിഷ്ടം ഒരുപാടുണ്ട് നിന്നോട്. ഇന്ന് സുപർണ അയച്ചു തന്നിട്ടുണ്ട്. എനിക്കൊരു സുവർണ എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ടായിരുന്നു. സുപർണ ആദ്യമായിട്ടാണ്. പിന്നെ എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് വൈശാഖ പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് വായിക്കണം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഏത് മെസ്സേജാന്ന് പറഞ്ഞിട്ടില്ല, വായിക്കണമെന്ന്. റീനു ചേച്ചി, നെക്സ്റ്റ് സോങ് എൻ്റെ ലവറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യൂ. ജൂലിയ എന്നാണ് പേര്. ഐ ലവ് യു എന്ന് അനിൽ അയച്ചിട്ടുണ്ട് ആലുവയിൽ നിന്ന്. പിന്നെ ബിനോയോട് ഐ ലവ് യു എന്ന് ശല്യം അയച്ചു വന്നിട്ടുണ്ട്. സ്വയം അറിയാവോ ശല്യാന്ന്? പിന്നെ ഹായ് റീനു, പ്ലീസ് ഡെഡിക്കേറ്റ് എ സോങ് ഫോർ മൈ ഡിയർ ലവർ എന്നൊരു മെസ്സേജ് ഉണ്ട്. ഹായ് റീനു, ഞാൻ സംഖ്യയെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഏജ് ഡിഫറൻസ് 1 വർഷത്തിൽ താഴെയാണ്. 1 വർഷവും 10 ദിവസവും. ഹായ് റീനു, ഞാൻ സംഗീതത്തിനെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഞാൻ അവനേക്കാളും 1 വയസ്സും 10 ദിവസവും മൂത്തതാണ്. ബട്ട് ഐ ലവ് സംഗീ എന്നൊരു മെസ്സേജ് ഉണ്ട്. ഷോ ഏജ് ഡിഫറൻസ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇഷ്ടപ്പെടുക. പ്രായത്തെയൊക്കെ നോക്കി പേടിച്ചിരുന്നാലേ എന്ന് പ്രണയിക്കാനാ? അഭിഷേക് ബച്ചൻ ഐശ്വര്യ റായ് ഞാൻ കണ്ടില്ലേ ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനു അടുത്ത പാട്ടിലേക്ക് പോവാ. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ദിസ് ഇസ് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. വിളിക്കാൻ ശ്രമിക്കുന്നത് ഉണ്ണിയെ. ഹായ് ഉണ്ണി. മനസ്സിലായില്ല? എത്ര തവണയെ നമ്മൾ സംസാരിക്കുന്നു, എന്നിട്ട് എന്റെ ശബ്ദം മനസ്സിലായില്ല? എല്ലാ ദിവസവും രാത്രി എന്റെ അടുത്ത് മിണ്ടാറില്ലേ? ഓഹോ, എല്ലാ ദിവസവും രാത്രി ഞാൻ മാത്രമേ മിണ്ടാറുള്ളൂ, എന്നിട്ട് ലവ് ബൈറ്റ്സ് എന്നല്ലേന്ന്. കൊള്ളാം. നിങ്ങൾക്ക് ഒത്തിരി ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? അപ്പൊ പിന്നെ നിങ്ങൾ ലവ് ബൈറ്റ്സ് എന്നല്ലേന്ന് ചോദിച്ചാ എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകിയുടെ ശബ്ദം മനസ്സിലായില്ല? ഇല്ലേ? എന്നാ പിന്നെ ഞാൻ ലവ് ബൈറ്റ്സ് ചെയ്യുന്ന. ഹായ് ഉണ്ണി. ഇത്രയും വേഗം എന്നെ കണ്ടുപിടിക്കുന്നത് ഉണ്ണിയുള്ളൂ കേട്ടോ. വേറെ ആരും ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചില്ല. ഓഹോ, ഈ ടോണിലല്ലാതെ സംസാരിച്ച അപ്പൊ പിടിക്കത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയത്തുള്ളൂ. ഉണ്ണി, പ്രണയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഒരു സോറിയൊക്കെ ഇങ്ങോട്ട് അയച്ചു തന്നായിരുന്നല്ലോ. എന്താണ് സംഭവം? ഒന്നുമില്ല, ചെറിയൊരു പ്രശ്നം ഉണ്ടായി, അതുകൊണ്ട്. എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചു? വലിയ കുരുത്തക്കേടാണോ? ഒന്നുമില്ല, ചെറിയൊരു സപ്ലൈ വീണപ്പോ ഭയങ്കര സങ്കടമായി മൂഡ് ഓഫ് ആയി പോയിരിക്കുകയാണ് ആള്. ഒരു കുഞ്ഞ് സപ്ലിക്ക് മൂഡ് ഓഫ്? ഒന്നും രണ്ടൊന്നുമല്ല, ഒരു 5-6 അയ്യോ, ചെറിയ പ്രശ്നമായി മാറും. സപ്ലിയൊക്കെ വീട്ടിൽ ചെന്ന് പറയുമ്പോ എന്ത് രസമല്ലേ? അതാ പ്രശ്നമായി പോയത്. നമുക്കാണോ കക്ഷിക്കാണോ സപ്ലി? നമുക്കല്ലേ ആണല്ലോ. നിങ്ങൾക്ക് 5 സപ്ലി, പുള്ളിക്കാരിക്ക് സങ്കടം. പുള്ളിക്കാരി ഓൾ പാസ് ആയിരുന്നു. നാണല്ലേടോ? ഇങ്ങനത്തെ പെൺപിള്ളേരൊക്കെ പ്രണയിക്കാൻ കൊള്ളൂ? പോട്ടെ. പിന്നെ എനിക്കൊരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്.
പക്ഷേ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം എൻ്റെ കൂടെ ഇരുന്നോളൂ. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ ദി നെക്സ്റ്റ് കപ്പിൾ ഓഫ് സോങ്സ്. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, പ്രണയം നിറഞ്ഞ ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ ഉണ്ണി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഉണ്ണിക്കിപ്പോൾ ഒരു പ്രണയം ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചോ? കൂട്ടുകാരൻ്റെ പെങ്ങളെ പ്രണയിക്കാനുള്ള ധൈര്യം കാണിക്കുമോ? ആ പെൺകുട്ടി എന്നോട് വന്ന് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ സമ്മതിക്കുമായിരിക്കും. അതെന്തുകൊണ്ടാ അങ്ങനെ? അല്ല, നല്ലൊരു ആണെങ്കിൽ, പെൺകുട്ടിയാണ്, നല്ല സ്വഭാവമുള്ളതാണെങ്കിൽ. കൂട്ടുകാരന് പേടിയില്ലേ? കൂട്ടുകാരനോട് പറയും കാര്യങ്ങൾ. ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി ഷെയർ ചെയ്യുന്ന